പടന്ന MRV ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയായ പത്തോരത്തിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് വിംഗ് പ്രവർത്തനം ആരംഭിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിംഗിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. പ്രവർത്തനം ആരംഭിച്ച 7 വർഷത്തിനിടയിൽ വിവിധ മേഖലകളിൽ സഹായമെത്തിക്കാൻ പത്തോരം കൂട്ടായ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. നിരാലംബരായ രോഗികൾക്ക് താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ, വീൽചെയറുകൾ, വാട്ടർ എയർ ബെഡുകൾ, കട്ടിലുകൾ, വാക്കർ തുടങ്ങിയവ സൗജന്യമായി എത്തിച്ചു നൽകാനായി പാലിയേറ്റീവ് വിംഗും രൂപീകരിച്ചത്. രാജ്മോഹൻ ഉണ്ണിത്താൻ MP വിംഗിന്റെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡിന്റെ സ്വകാര്യ ദുഃഖമാണ് 6728 എൻഡോസൾഫാന്റെ ദുരിതമനുഭവിക്കുന്ന ആളുകൾ. അവർക്കും ചികിത്സയില്ല, അവർക്കും മരുന്നില്ല. മാത്രമല്ല, ഈ അടുത്ത കാലത്ത് കേരള ഗവൺമെന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന ഒരു ഉത്തരവിലൂടെ പറയുന്നു, എൻഡോസൾഫാൻ 2005 കേരളത്തിൽ നിരോധിച്ചു. പിന്നെ അതിൻ്റെ എഫക്റ്റ് 6 കൊല്ലം കൂടിയേ ഉള്ളൂ. 2011 കഴിഞ്ഞാൽ എൻഡോസൾഫാന്റെ രോഗികളായി ആരെയും പരിഗണിക്കുന്നതല്ല എന്ന് പറയുമ്പോൾ 29,000 ആളുകൾ ചികിത്സ കിട്ടാതെ മെഡിക്കൽ ക്യാമ്പ് കാത്ത് ക്യൂവിൽ നിൽക്കുന്നു. നമ്മുടെ 2011 3 അംഗങ്ങൾ അടങ്ങുന്ന ഒരു വിദഗ്ധ സമിതി ഇവിടെ വന്നു. മണ്ണ് പരിശോധിച്ചു, ജലം പരിശോധിച്ചു, മാത്രമല്ല ഗർഭിണികളായ സ്ത്രീകളുടെ രക്തം പരിശോധിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു 11 വർഷം ഈ എൻഡോസൾഫാന്റെ ദുരിതം ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. ചടങ്ങിൽ പ്രശസ്ത മാന്ത്രികൻ ഗോപിനാഥ് മുതുകാട് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ഓർക്കുക വല്ലപ്പോൾ, ഇതാണ് ഏറ്റവും പ്രധാനം. ഓർമ്മകൾ നഷ്ടപ്പെട്ട ഒരു ലോകത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. കഴിഞ്ഞ കാലത്തെക്കുറിച്ചൊന്നും ഓർക്കാതെ ഭാവിയിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് കടപ്പാടുകളെല്ലാം മറന്നു പോകുന്ന ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന മനുഷ്യർ, ആ മനുഷ്യർ എവിടെയൊക്കെയോ ഈ വിദ്യാലയത്തിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചതിന് ശേഷം ഏതൊക്കെയോ ദുരന്തങ്ങളിലേക്ക് അവരുടെ ജീവിതം മാറിക്കഴിഞ്ഞാൽ എത്രയോ ഉന്നതമായ വ്യക്തികളായി കഴിഞ്ഞതിന് ശേഷം ഒരു തിരിച്ചുവരവ് ഉണ്ടായിരിക്കുകയാണ്. ആ തിരിച്ചുവരവിൻ്റെ ഭാഗമായി 30 വർഷത്തിന് ശേഷം ഇത്തരമൊരു പ്രസ്ഥാനം ആരംഭിച്ച് എവിടെയാണോ തങ്ങൾ പഠിച്ചത്, എവിടെയാണോ തങ്ങൾ വളർന്നത്, എവിടെയാണോ തങ്ങൾ കളിച്ചു നടന്നത്, ആ മണ്ണിൽ തന്നെ തങ്ങൾക്ക് ചെയ്യാവുന്ന സേവന പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നൊരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മഹത്തരമായ ഒരു കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം, DCC പ്രസിഡന്റ് PK ഫൈസൽ തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖരടക്കമുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.